നമസ്കാരം. ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയിൽ തുടർച്ചയായ രണ്ടാം തവണയും വർധനവ് വരുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ. തങ്ങളുടെ പ്രധാന ക്രൂഡ് ഓയിൽ ഗ്രേഡായ അറബ് ലൈറ്റിന്റെ സെപ്റ്റംബറിലേക്കുള്ള വിതരണ വില ഓഗസ്റ്റ് മാസത്തെ വിലയിൽ നിന്ന് $1 കൂടിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒമാൻ ദുബായ് ബെഞ്ച് മാർക്കിങ്ങിന് മുകളിൽ $3.20 വില നിശ്ചയിച്ചിരിക്കുന്നത്. വിപണി പ്രതീക്ഷകൾക്ക് അനുസൃതമായാണ് ഈ വില വർധനവ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. വിതരണത്തിലെ കുറവും ഏഷ്യൻ മേഖലയിൽ നിന്നുള്ള ഡിമാൻഡ് കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നതാണ് ഇത്. ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഇത് ഇന്ത്യയെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ പ്രേരിപ്പിക്കുമെന്ന് റിഫൈനിംഗ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2022 റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം 0.2% മാത്രമായിരുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയപ്പോൾ വിലക്കിഴിവിൽ ലഭ്യമായ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ വൻതോതിൽ വാങ്ങിക്കൂട്ടി. 2023 മെയ് മാസത്തോടെ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 35 മുതൽ 40% റഷ്യയിൽ നിന്നാക്കിയിരുന്നു. ഇതോടെ ഇറാഖിനെയും സൗദി അറേബ്യയെയും മറികടന്ന റഷ്യയെ ഇന്ത്യയുടെ ഒന്നാമത്തെ എണ്ണ വിതരണക്കാരനാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ നന്ദി എപ്പോഴും റഷ്യയ്ക്ക് ഉണ്ട് താനും. നിലവിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ശരാശരി പ്രതിദിനം 1.78 മില്യൺ ബാരലാണ്. അതായത് ഇത് ഇറാഖിൽ നിന്നുള്ള 0.9 മില്യൺ ബാരലിൻ്റെയും സൗദി അറേബ്യയിൽ നിന്നുള്ള 0.702 മില്യൺ ബാരലിൻ്റെയും ഇരട്ടിയോളം വരുന്നതാണ്. വിലക്കിഴിവിൽ ലഭ്യമായ റഷ്യൻ എണ്ണ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കുകയും റീറ്റെയിൽ ഇന്ധന വില സ്ഥിരപ്പെടുത്തുകയും പണപ്പെരുപ്പം നിയന്ത്രിക്കുകയും ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവും ഇറക്കുമതിക്കാരുമാണ് ഇന്ത്യ. 85%-ലധികം എണ്ണ ആവശ്യങ്ങൾ ഇറക്കുമതി ആശ്രയിച്ചാണ് നിറവേറ്റുന്നത്. റഷ്യൻ എണ്ണയുടെ വിലക്കിഴിവ് ഇന്ത്യൻ റിഫൈനറികൾക്ക് ലാഭം വർദ്ധിപ്പിക്കാനും യൂറോപ്പിലേക്ക് റിഫൈൻഡ് ഇന്ധനം കയറ്റുമതി ചെയ്യാനും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ പുതിയ താരിഫുകൾ റഷ്യയിൽ എണ്ണയിൽ നിന്ന് മാറാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യത ഏറെയാണ്. വിദഗ്ധർ പറയുന്നതാണ് ഇപ്രകാരം. എന്നാൽ ഇന്ത്യ ഇതിൽ നിന്ന് എത്രത്തോളം പിന്മാറുമെന്നത് സംശയകരമാണ്. കാരണം അത്രയും സൗഹൃദത്തിലാണ് ഇന്ത്യയും റഷ്യയും ഉള്ളത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ഇന്ത്യയെ സഹായിച്ച രാജ്യത്തോട് ഇന്ത്യ മുഖം തിരിക്കാൻ വഴിയില്ല. ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിയാൽ ഏതാണ്ട് $11 ബില്യൺ അധിക ചിലവ് ഉണ്ടാക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഒപ്പം യൂറോപ്യൻ യൂണിയന്റെ 2026 ജനുവരി മുതൽ റഷ്യൻ ക്രൂഡിൽ നിന്ന് റിഫൈൻഡ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വിലക്ക് ഇന്ത്യൻ റിഫൈനറികൾക്ക് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതാണ്. എന്തായാലും ഇന്ത്യ റഷ്യയെ കൈവിടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്.